സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് താവളങ്ങൾക്ക് നേരെ അമേരിക്ക വ്യോമാക്രമണം നടത്തിയെന്നുള്ള വാർത്ത വരുന്നു. നിരവധി IS ഭീകരരെ വധിച്ചതായും അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച അമേരിക്കൻ സൈന്യത്തിന് നേരെ ആക്രമണം ഉണ്ടായതിന് മറുപടിയാണ് ഇപ്പോഴത്തെ സിറിയൻ ആക്രമണം. കുറേ ആൾക്കാരെ, കുറേ ഭീകരവാദികളെ കൊലപ്പെടുത്തിയെന്നാണ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. ഗുഡ് മോർണിംഗ് എസ്കെൻ. ഭീകർ ഇരിക്കുന്ന സ്ഥലത്ത് പോയി അവരെ ഒതുക്കിയില്ലെന്നുണ്ടെങ്കിൽ ഈ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറക്കാൻ ബുദ്ധിമുട്ടും. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇത്തരം ഒരു ആക്രമണത്തിന് ഡൊണാൾഡ് ട്രംപ് തുനിഞ്ഞത്. നമുക്കറിയാം, കഴിഞ്ഞ ശനിയാഴ്ച സിറിയയിലെ പാൽമറയിൽ ഉണ്ടായ ഈ IS ആക്രമണത്തിൽ 2 അമേരിക്കൻ സൈനികരും അതുപോലെ ഈ അവിടെ പ്രാദേശികമായിട്ട് അമേരിക്കൻ സൈനികരെ അവരുടെ ഭാഷാപരമായിട്ടുള്ള രീതിയിൽ സഹായിക്കുന്ന ഒരു പരിഭാഷകനുമായിരുന്നു കൊല്ലപ്പെട്ടത്. ഇതിന് തിരിച്ചടിയായിട്ടാണ് ഇന്ന് സിറിയയിലെ വിവിധ ഭാഗങ്ങളിൽ അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. സിറിയയിലെ IS ഭീകരരുടെ ആയുധപ്പുരകൾ, അതുപോലെ പരിശീലന കേന്ദ്രങ്ങൾ, കമാൻഡ് സെന്ററുകൾ, ഇവയ്ക്ക് നേരെയാണ് ഇപ്പോൾ ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയുടെ സഖ്യകക്ഷികൾ ആ മേഖലയിലുള്ളത്, പ്രത്യേകിച്ച് ജോർദാൻ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ ഈ ആക്രമണത്തിൽ അമേരിക്കയ്ക്കൊപ്പം പങ്കുചേർന്നിരുന്നു. സിറിയയിൽ അസദ് ഭരണകൂടം അധികാരം ഒഴിയേണ്ടിയൊക്കെ വന്നെങ്കിലും ഈ IS ഭീകർ ഇപ്പോഴും അവിടെ ഉണ്ട്. അത് അവരുടെ തിരിച്ചുവരവ് ഉണ്ടാകും എന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ US സൈന്യം അവിടെ തന്നെ തുടരുന്നുണ്ട്. അത് മാത്രമല്ല, കൂടുതൽ US സൈന്യത്തെ അവിടത്തേക്ക് അമേരിക്ക എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, അമേരിക്കയുടെ പുതിയ സിറിയൻ സർക്കാരുമായിട്ട് സഹകരിച്ചാണ് ഇപ്പോൾ ഈ ആക്രമണവും ഈ ഭീകരവിരുദ്ധ നീക്കങ്ങളും കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് അമേരിക്ക മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അമേരിക്കയുടെ പ്രതികരണം ഔദ്യോഗികമായിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ എസ്കെൻ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയുടെ പ്രതികരണം ഇതൊരു യുദ്ധത്തിന്റെ തുടക്കമല്ല എന്നാണ് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് പറഞ്ഞത്. ശത്രുക്കളോടുള്ള ഒരു പ്രതികാരമായിട്ട് ഇത് കണക്കാക്കണം. അത് മാത്രമല്ല, അമേരിക്കൻ ജനതയെ സംരക്ഷിക്കുന്നതിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എസ്കെനെ, നമുക്കറിയാം, ഈ അടുത്ത കാലത്തായി സിറിയയിലെ ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറയുമായിട്ട് വളരെ നല്ലൊരു ബന്ധം ഡൊണാൾഡ് ട്രംപ് പുലർത്തുന്നുണ്ട്. സൗദി രാജകുമാരന് ശേഷം ആ ഒരു കൂടിക്കാഴ്ച നടന്നു. അത് മാത്രമല്ല, പലതവണ ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഈ സൈനികർ കൊല്ലപ്പെട്ട പ്രദേശം അഹമ്മദ് അൽ ഷറായിക്ക് വലിയ സ്വാധീനം കുറഞ്ഞ ഒരു പ്രദേശമാണ്. എസ്കെ.